ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. 2025 ലാസ്റ്റ് ഡേ ആണെന്ന്, December 31. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ ഒരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവാൻ തുടങ്ങുന്നത്. ഈ റീഡിംഗ് കൂടുതൽ റെസണേറ്റ് ആവാൻ വേണ്ടി നിങ്ങൾ ഈ റീഡിംഗ് കേൾക്കുന്നതിന് മുൻപ് ബ്രീത്തിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് റിലാക്സ്ഡ് ആയതിനു ശേഷം ഈ ഒരു റീഡിംഗ് കേൾക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ റീഡിങ്ങിലേക്ക് കടക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്? ഓക്കെ, ഈ ഒരു റീഡിങ്ങിൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നിനെ ഉൾപ്പെടുത്തില്ല. എന്താണ് യൂണിവേഴ്സ് എനിക്ക് തരുന്ന മെസ്സേജ് ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യുക മാത്രമായിരിക്കും ചെയ്യുക. സോ നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം. എന്താണ് എൻ്റെ ഓഡിയൻസിനായിട്ട്, എന്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് യൂണിവേഴ്സ് ഈ ഒരു ദിവസം നൽകുന്ന മെസ്സേജ്? എന്താണ് അവർ മനസ്സിലാക്കണമെന്ന് യൂണിവേഴ്സ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്ന മെസ്സേജ്? മെസ്സേജ് ഫ്രം യൂണിവേഴ്സ് ഫോർ യു. ഇപ്പോൾ നിങ്ങൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്? സോ യൂണിവേഴ്സിൻ്റെ മെസ്സേജ്, നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്? എന്താണ് യൂണിവേഴ്സ് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം? യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്ന മെസ്സേജ്, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ദിവസം നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്? യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താണ്? ലാസ്റ്റ് കാർഡ് നമുക്ക് ഇപ്പോൾ എടുക്കാം. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. 3 of Wands, Ace of Swords, Page of Swords, King of Pentacles, Queen of Cups, Ace of Wands, Six of Pentacles, 3 of Swords and the Empress. Nice. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് ചില പുതിയ തുടക്കങ്ങൾ വരാൻ പോകുന്നൊരു സമയമാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ബുദ്ധിപരമായ ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില പാഷൻസിനെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കുണ്ടായിട്ടുള്ള ചില ഹാർട്ട് ബ്രേക്സ് ഉണ്ട്, ചില വേദനകളുണ്ട്. അതൊക്കെ ഓവർകം ചെയ്ത് വളരെ നല്ലൊരു സ്റ്റേറ്റിലേക്ക് മാറാൻ വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, പുതിയതായിട്ട് ചില കാര്യങ്ങൾ തുടങ്ങി വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. സോ ഈ ഒരു സമയത്ത് ആക്ച്വലി ഇതൊരു 2025 ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാലും നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. നിങ്ങളുടെ ഫ്യൂച്ചർ, ഇനിയുള്ള ഫ്യൂച്ചർ, നിങ്ങളുടെ വരും ദിവസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾ കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് കാത്തിരുന്ന അല്ലെങ്കിൽ വേണമെന്ന് കാത്തിരുന്ന ചില കാര്യങ്ങൾ നടക്കാനുള്ള ഒരു ടൈം നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു പെർഫെക്റ്റ് ടൈമിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളുടെയും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയ ഒരു സമയമാണ്. ചില പെയിൻഫുൾ ക്ലാരിറ്റികളായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ചില വേദനാജനകമായിട്ടുള്ള ചില ക്ലാരിറ്റികളായിരിക്കും കിട്ടിയിരിക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. ചില നുണകൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് സത്യസന്ധമല്ലായിരുന്നു അല്ലെങ്കിൽ സത്യമല്ലായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളോട് അങ്ങനെ ഒരു കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കൈവരിച്ചിട്ടുണ്ട്.
നിങ്ങൾ നേരത്തെ വിശ്വസിച്ചിരുന്ന, ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട്, തെറ്റായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് പറയുന്നത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ഇപ്പോൾ നിങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ സത്യത്തിനും നീതിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കംഫർട്ട് ആക്കുന്ന കാര്യങ്ങളെക്കാളും കൂടുതൽ ചിലപ്പോൾ കംഫർട്ട്നെസ്സിന് പുറത്തായിരിക്കും നിങ്ങളുടെ സത്യം ഇരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് തിരിച്ചു വരുന്ന ഒരു സമയം ഇവിടെ കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്ന നിങ്ങളുടെ ലൈഫിലേക്കൊരു ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ബാലൻസ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നൊരു സമയമായിരിക്കും. സോ നിങ്ങൾ സർവൈവ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സമയത്ത് നിങ്ങൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സമയത്തിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആളുകളെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ വരുന്ന പണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്നതല്ലാതെ, അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ആ ഒരു സമയമൊക്കെ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഇമോഷണൽ പെയിൻ ആ ഒരു സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ട്. ഒരു പണിഷ്മെൻ്റ് അല്ല അതൊന്നും. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്തത് അങ്ങനെ ആയിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നെസസറി ആയിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വേദനിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ 2020 പോകുമ്പോൾ കൂടെ കൊണ്ടുപോകേണ്ട കാര്യവുമില്ല. ഓക്കെ, നിങ്ങളൊരു ഇമോഷണൽ ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് വരുന്ന ഒരു സമയം കൂടിയായിരിക്കും. ആൻഡ് ചിലപ്പോൾ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ഇമോഷണൽ വിസ്ഡം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഒരു സമയമായിരിക്കും. ഒരു സ്പിരിച്വൽ അപ്ഗ്രേഡ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളൊരു സമയം കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ചില സ്പാർക്ക്, ചില ആശയങ്ങളൊക്കെ ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന, അത് നിങ്ങൾ ചെയ്തിട്ടില്ലായിരുന്ന കാര്യങ്ങളായിരിക്കാം. അത് ചെയ്യാനുള്ള ചാൻസസ് ആണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ ന്യൂ പാഷൻ ആയിരിക്കാം, നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ ആയിരിക്കാം, നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താ നിങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഒരു സർവൈവൽ മോഡിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയൊന്നും അല്ല. നിങ്ങൾ പാഷനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും ജീവിതം കഴിഞ്ഞു പോട്ടെ അങ്ങനെ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല. നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പീരീഡ് കൂടിയായിരിക്കും ഇത്. ആൻഡ് നിങ്ങളുടെ ഈ ഒരു ശ്രമങ്ങളൊന്നും വെറുതെ ആവില്ല എന്നുള്ളതാണ് പറയുന്നത് ഫൈനൽ കാർഡ്. അതായത് ദ എംപ്രസ് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും വളരെ അബണ്ടൻ്റ് ആയിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ചുറ്റിലുള്ളവരും ഒക്കെ വളരെ പ്രോസ്പെറിറ്റി ഉള്ള ഒരു സാഹചര്യത്തിൽ, സമ്പന്നത നിറഞ്ഞ, അല്ലെങ്കിൽ മാനസികമായിട്ടും അല്ലാതെ എക്സ്റ്റേണലായിട്ടും സമ്പന്നത നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ടൈമാണ്. നിങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മേ ബി നിങ്ങളൊരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഒരു യാത്ര വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കൂടുതലും ഓവർസീസ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പെയിന് ശേഷം ഇനി ഇവിടെ ഇല്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനോടെയുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ എംപ്രസ് ലൈഫ് ആയിരിക്കും കൊണ്ടുതരിക. ഓക്കെ, നിങ്ങൾ ഇമോഷണലി ഫുൾഫിൽ ആവാൻ പോകുന്നൊരു സമയമായിരിക്കും. മാനസികമായിട്ട് നിങ്ങൾ വളരെയധികം തൃപ്തിയായി, അതുപോലെ നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങളിനി ഒന്നിനെയും ചേസ് ചെയ്യേണ്ട കാര്യം വരില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ റിസീവ് ചെയ്യാനുള്ളൊരു പവർ നിങ്ങൾക്കുണ്ടായി വരികയാണ്. ഓക്കെ, ഇനി ഒരിക്കലും നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഇങ്ങനെ ചോദിക്കേണ്ടി വരില്ല. നിങ്ങളെ പ്രൂവ് ചെയ്യാനുള്ളൊരു അവസരത്തിന് വേണ്ടിയിട്ട് ചോദിക്കേണ്ടി വരില്ല. കാരണം അത്തരമൊരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ബുദ്ധിപരമായി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആശയങ്ങൾ, നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ ചിലരുമായി ഉണ്ടാകുന്ന ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിങ്ങളുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിക്കും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഇമോഷണലി അലൈൻഡ് ആവാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടും ഒക്കെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മാനസികവും
എക്സ്റ്റേണലുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ആന്തരികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ടൈമാണ്. ഇതിനൊക്കെ കാരണമായത് നിങ്ങൾ മേ ബി അനുഭവിച്ചിട്ടുള്ള ആ ഒരു പെയിൻ തന്നെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ വളരെയധികം പല കാര്യങ്ങൾ കൊണ്ട്, വൈകാരികമായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ട് വേദനിച്ചൊരു വ്യക്തിയായിരിക്കാം. നൗ നിങ്ങളുടെ ഒരു ഗ്രോ ടൈമാണ്. ഓക്കെ, 2025 നിങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു കാർഡ് വരുന്നതുകൊണ്ട് നിങ്ങൾ അത്രയും വേദനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഗ്രോയിങ് ടൈമാണ്. നിങ്ങളാവാൻ ഉള്ള ഒരു സമയമാണ് അത് എന്ന് പറയുന്നത് കേട്ടോ. സോ യൂണിവേഴ്സ് നിങ്ങളെ മറന്നിട്ടില്ല, പല കാര്യങ്ങൾക്കും പ്രിപ്പയർ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ പോകുന്ന വഴി വളരെ ബെറ്ററാണ്. നിങ്ങളുടെ നല്ല ഒരു സമയത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് നിങ്ങൾ. സോ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ തന്നെ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ നിങ്ങളുടെ മെസ്സേജ്. സോ നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.